അപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ തുടരും എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചു എന്ന വാർത്ത നമ്മുടെ ആൻമരിയ തരുന്നുണ്ട്. വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. പരാതി നൽകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് പ്രതികരിച്ചു. ആദ്യ പ്രതികരണം. അല്ല, അങ്ങനെ ഒരു വീഡിയോ എനിക്ക് നമ്മുടെ പുറത്തുനിന്ന് അയച്ചു തന്നതാണ്. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി അതിനൊരു പരാതി കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിനെതിരെ വ്യാജമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുത്തുകൊണ്ട് വന്ന് അത് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പരസ്യമായി കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ GST ആയിട്ടും എന്റർടൈൻമെന്റ് ടാക്സ് ആയിട്ടും ഒക്കെ ഈ സർക്കാരിന് തന്നെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഇത്. മൊത്തം അത് നശിപ്പിക്കുക കൂടിയാണല്ലോ ഇതിൽ കൂടെ ചെയ്യുന്നത്. ആൻമരിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആൻമരിയ, ഇത്തരം തിയേറ്ററിൽ പ്രിന്റൊക്കെ എടുത്ത് കോപ്പി അടിച്ച് ടെലിഗ്രാമിലിടുന്ന തമിഴ് റോക്കസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റ് ബസ്സിൽ ഒരു പരിധിയില്ലേ? അന്യായം ആൻമരിയ, അന്യായം. ഹാഷ്മി, തീർച്ചയായിട്ടും അന്യായം എന്ന് തന്നെ നമുക്കും പറയാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണയായിട്ട് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ടെലഗ്രാമിലൊക്കെ ഈ രീതിയിലാണ്, നമ്മൾ ഈ തമിഴ് റോക്കേഴ്സ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ആ ടൂറിസ്റ്റിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പ്രദർശിപ്പിക്കുക ആ രീതിയിലേക്ക് പോയിരിക്കുന്നത് മറ്റൊരു ചിത്രവുമല്ല. ഇപ്പോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ നല്ലൊരു റെസ്പോൺസ് ഉള്ള തുടരും സിനിമ, തരുൺ മൂർത്തിയുടെ തുടരും സിനിമ, മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമയുടെ വ്യാജ പതിപ്പാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ, അതായത് ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഈ മോഹൻലാലിന്റെ ആരാധകർ തന്നെയാണ്. അത് പിന്നീട് ഈ മോഹൻലാലിന്റെ ഈ തുടരും സിനിമയുടെ സഹപ്രവർത്തകർക്ക്, അതായത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള എം രഞ്ജിത്തിനടക്കമുള്ള ആളുകൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുക എന്ന രീതിയിലേക്ക് നീങ്ങുന്നത്. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യം കൂടിയാണ്. കാരണം നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എത്രയധികം കഷ്ടപ്പാടുണ്ട് എന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആ കഷ്ടപ്പാടിനൊന്നും ഒരു വില കൊടുക്കാതെ ഈ രീതിയിലെ ചിത്രങ്ങൾ അത് ഇപ്പൊ ടെലഗ്രാമിൽ ഒരു പ്രിന്റ് ആയിട്ട് ഇറക്കുക മാത്രമല്ല, അതൊരു ടൂറിസ്റ്റ് ബസ്സിൽ പോലും പ്രദർശിപ്പിക്കുക, ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കുക, അത് നിയമപരമായി മുന്നോട്ട് പോവുക, അതിനെതിരെ തുടർ നടപടികൾ വേണ്ട കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മളോട് എം രഞ്ജിത്ത്, അതായത് നിർമ്മാതാവായിട്ടുള്ള തുടരും സിനിമയുടെ നിർമ്മാതാവായ എം രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് മലപ്പുറത്ത് നിന്ന് വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് ബസ് ഇപ്പോൾ തിരിച്ചു മലപ്പുറത്തേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് ഈ നിർമ്മാതാവ് തന്നെ നമ്മളോട് പറയുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ അതിന് തെളിവ് തന്നെയാണ്. കാരണം ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയാണ് ഈ സിനിമാ പ്രവർത്തകർ, അതായത് തുടർ സിനിമയുടെ സഹപ്രവർത്തകർ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതും അത് പ്രദർശിപ്പിച്ചിരിക്കുന്നതും. അത് ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് അവർ കാണിക്കുന്നത് അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എത്രയധികം കഷ്ടപ്പാട് ആ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഒരു സിനിമ അത് തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിന്റെ പ്രിന്റ് ഉൾപ്പെടെ ഈ ടെലഗ്രാം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് നൽകുന്നത് അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഇതിനു മുൻപ് പല സിനിമ നമ്മൾ നേരത്തെ പറയുന്ന പോലെയാണ് ടെലിഗ്രാമിൽ കണ്ടുണ്ട്. അത് ടെലിഗ്രാം അത് കുറ്റമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെങ്കിലും ഇത് ടൂറിസ്റ്റ് ബസ് എത്ര പരസ്യമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അതൊക്കെ കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ അധ്വാനമാണ്. അധ്വാനത്തെ അങ്ങനെ വില കുറച്ച് കാണല്ലേ, അല്ലേ? ബാക്കി നിയമ നടപടിയൊക്കെ പിന്നല്ലേ. അതൊന്ന് ബഹുമാനിക്കും, അധ്വാനത്തെ ബഹുമാനിക്കും, അല്ലേ?